ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെടിയെക്കുറിച്ചാണ്. കൽഹാര പുഷ്പം എന്നല്ലെങ്കിൽ കൽഹാര ചെടി എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ കാണുന്നതാണ് അതിൻ്റെ പൂക്കൾ. ചില സ്ഥലങ്ങളിലാണെങ്കിൽ കൽഹാര പുഷ്പത്തിൽ 2 കളർ പൂക്കളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ചുവപ്പ്, ഒന്ന് മഞ്ഞ. അത് ഒരേ ചെടിയിൽ തന്നെയാണ് 2 കളർ പൂക്കളും കാണപ്പെടുന്നത്. പക്ഷേ ഈ ചെടിയിലാണെങ്കിൽ ഇതുവരെയും ഈ ചുവന്ന പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാധാരണ ഈ ചെടി നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരാണമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ പൂക്കൾ കാണാറുള്ളൂ, ഈ ചെടികൾ കാണാറുള്ളൂ. ഇതിന് പുരാണ കഥയുമായി എന്ത് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. പിന്നെ നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ വിത്ത്. ഈ പച്ച കളറിലും ആ കാണുന്ന കറുത്ത കളറുള്ളത് അതിൻ്റെ വിത്തുകളാണ്. ആ പച്ച കളർ അത് ഉണങ്ങിയാണ് ആ കറുത്ത കളറായിട്ട് മാറുന്നത്. ഇതിനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ഉണങ്ങിയ വിത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിലത്ത് ഉണക്കിയിട്ട് പായി കഴിഞ്ഞാൽ മുളച്ച് കിട്ടും പെട്ടെന്ന്. പിന്നെ ഈ കാണുന്ന ഈ പച്ച കളറുള്ള വിത്ത് ഉണങ്ങിയതാണ് ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഈ കൽഹാര പുഷ്പ ചെടിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റിൽ പറയണേ. താങ്ക് യു.